കൂടിക്കാഴ്ച തീർത്തും അവിചാരിത. നിങ്ങളിവിടെ വന്നൊക്കെ നമ്മൾ അറിയില്ലല്ലോ. മലപ്പുറത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലേ മലപ്പുറം എന്ന് പറയുന്നത്. ഞാൻ വേറെ ആവശ്യത്തിന് വന്നാൽ അപ്പം അനിൽ ഇവിടെ ഉണ്ട്, ഞങ്ങൾ കണ്ടു സംസാരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇല്ലില്ല. നമ്മൾ പൊതുവായ രാഷ്ട്രീയം, നിലമ്പൂർ രാഷ്ട്രീയം, നിലമ്പൂർ ഇലക്ഷനാണല്ലോ പരമപ്രധാനമായിട്ടില്ലേ. രാഷ്ട്രീയക്കാർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം സംസാരിക്കും. അല്ലാതെ ഇപ്പോൾ ഒരു സ്വകാര്യ ചർച്ചയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. എത്ര സ്ഥലങ്ങളുണ്ട്, ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കിടക്കുകയാണ്. അവിടെ താങ്കൾക്ക് ഒരു റോളുണ്ട്. അത് അനിൽകുമാറാണെങ്കിൽ അവിടെ സംഘടനാപരമായി ചുമതലയുള്ള ആളുമാണ്. അല്ല, സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി നേതൃത്വത്തിൽ നമുക്കൊരു റോളുമില്ല. പി അനിൽകുമാർ MLA ക്കാണ് അവിടെ ചാർജ് ഉള്ളതിലെ സ്ഥിതിക്ക് പുള്ളിക്ക് ഉത്തരവാദിത്തം സ്വാഭാവികമായിട്ടും കൂടുതൽ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമല്ല UDF ഏൽപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ ഒരു നിജസ്ഥിതിയും എന്താണ് സാഹചര്യങ്ങൾ എന്ന് വിലയിരുത്തല്ലോ. അത്തരത്തിലുള്ള സംസാരത്തിലപ്പുറമൊന്നുമില്ല. സാധ്യതകളൊക്കെ ചർച്ചയായി. അത് സ്വാഭാവികമല്ലേ, രാഷ്ട്രീയമല്ലേ സംസാരം. തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കപ്പെടാതെ നിൽക്കുന്ന ആ ചർച്ചകൾ നടക്കുമ്പോൾ ഇതൊക്കെ അതിൽ ഭാഗമായിട്ട് ചർച്ചകളാവുമല്ലോ. ആരെ സ്ഥാനാർത്ഥിയാണോ എന്നുള്ളതിൽ അൻവറിൻ്റെ അഭിപ്രായം അല്ല അതിപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ പേഴ്സണൽ മാറ്റേഴ്സ് ആയതുകൊണ്ട് പേഴ്സണൽ മാറ്റേഴ്സായിട്ട് കണ്ടാൽ മതി. അല്ല, അതിൽ ഉറച്ചു നിൽക്കാന്നാണ് ഞാൻ അന്ന് തന്നെ ഡിമാൻഡ് റിക്വസ്റ്റ് എന്നാണ് ആ വാക്കുകൾ. ആ പത്രസമ്മേളനം, രാജിവെച്ച പത്രസമ്മേളനം എടുത്തു നോക്കിയാൽ കാണാം. അതൊരു റിക്വസ്റ്റാണ്. ആ റിക്വസ്റ്റ് അന്ന് പറഞ്ഞതാണ്. ആ റിക്വസ്റ്റും ഈ കൂട്ടത്തിൽ അവർ പരിഗണിക്കുന്നുണ്ടാവും, അത്രയേ ഉള്ളൂ. തീരുമാനമെടുക്കേണ്ടത് UDF ലീഡർഷിപ്പാണ്. അത് അവർക്ക് തീരുമാനമെടുക്കാം. അല്ല, അതൊക്കെ അവർ ചർച്ച ചെയ്യട്ടെ. ദേ വിൽ ടേക്ക് എ ഡിസിഷൻ, അത്രേ ഉള്ളൂ. ചർച്ച വിഷയം സ്വാഭാവികമായിട്ടും ഇപ്പം ഇന്നത്തെ രാഷ്ട്രീയത്തിന് ഏറ്റവും ചൂട് പിടിച്ച വിഷയം നിലമ്പൂരില്ല. അപ്പോൾ അത് കുറച്ച് പറയുമല്ലോ. ഒരു ആശങ്കയില്ല. എന്താണ് ആശങ്കയ്ക്ക് എന്ത് വകയാണ്? ഒരാശങ്കയില്ല. കാരണം ആശങ്ക ഉള്ളത് CPM-നാണ് അല്ലെങ്കിൽ LDF-നാണെന്ന് അറിയാലോ. LDF-ൻ്റെ മുൻ കൺവീനറും ഇപ്പോഴത്തെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറായ സഖാവ് TP രാമകൃഷ്ണൻ നിലമ്പൂരിലുണ്ടായിരുന്നല്ലോ മിനിയാന്ന്. നിങ്ങളൊക്കെ പലരും ചോദിക്കുന്നുമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാകുമെന്ന്. എന്താ അദ്ദേഹം പറഞ്ഞു? ഞങ്ങൾ ഭയങ്കര ഭൂരിപക്ഷം ജയിക്കും. ഇത് വിലയിരുത്തലാവില്ല. അതെങ്ങനെയാണ് പറയാം? അതെന്താണ് അതിന് ലോജിക്ക്? 9 വർഷം ഭരിച്ച ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ഒരു MLA രാജിവെച്ചിട്ട്, അതായത് ഈ ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നത്, പിണറായി സത്തിനെതിരെ പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ ഒരു അനലൈസേഷൻ, അതിൻ്റെ ഒരു വിലയിരുത്തലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്. പിന്നെന്തിനാ അവർ ആശങ്കപ്പെടുന്നത്? എന്താണെന്ന് പറയാൻ ധൈര്യമില്ലാത്തത്? അതെ, ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തൽ തന്നെയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്, അത് വസ്തുതയല്ലേ എന്ന് പറയേണ്ടടുത്ത് എന്തിനാ അവർ വിളിച്ചോടുന്നത്? ഒരു ഭാഗത്ത് പോലെ പറയേ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ വലിയ വോട്ടിന് ജയിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നിലമ്പൂരിലെ വോട്ടർമാരും കേരളത്തിലെ വോട്ടർമാരും കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദേശം ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ ഇത് മനസ്സിലാവും. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള UDF മുന്നണി പ്രവേശനം ഉണ്ടാവുമോ? നമുക്ക് നോക്കാന്നേ. നമുക്കത് സാഗനിപ്പോൾ ഒരു 3-4 ദിവസമല്ലേ ഉള്ളൂ. അതൊക്കെ അവർക്ക് തീരുമാനിക്കാം. UDF ലീഡർഷിപ്പിന് അതിന് ഫുൾ ഫ്രീഡം ഉണ്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ ആലോചിച്ച് തീരുമാനിച്ചോട്ടെ, കുഴപ്പമില്ല. അല്ല, കൂടുതൽ ഗുണം ചെയ്യും.